നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടത്തുന്ന തീരദേശ സംഗമത്തിന് ചാവക്കാട് ബീച്ചിൽ ആവേശോജ്വലമായ തുടക്കം. ബ്രീസ് ആൻഡ് ബീറ്റ്സ് എന്ന പേരിൽ നടക്കുന്ന സംഗമം ബുധനാഴ്ച സമാപിക്കും. കേച്ചേരിയിലെ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേനയെത്തി 8 പവൻ കവർന്ന സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിൽ. അറസ്റ്റിലായത് തമിഴ്നാട് ഡിണ്ടിഗൽ, പച്ചമലയൻ, കോട്ടൈ, ഗാന്ധിനഗറിൽ സനഫുള്ള. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. കൂട്ടുപ്രതിക്കായി അന്വേഷണം ഊർജിതം. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ സീനിയർ വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു. വിവരം മറച്ചുവെക്കാനും ഒതുക്കി തീർക്കാനുമാണ് സ്കൂൾ അധികൃതർ ശ്രമിച്ചതെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ വീട്ടുകാർ. ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും വിഷയത്തിൽ കേന്ദ്രത്തെ പഴിക്കുന്ന സമീപനം പരിഹാസ്യമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം V. മുരളീധരൻ. താഴെത്തട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ടും രാഷ്ട്രീയ നിയമനം നേടിയ വൻകിടക്കാർക്കായി ഖജനാവിലെ പണമൊഴുക്കുകയാണ് സംസ്ഥാന സർക്കാരെന്നും മുരളീധരൻ. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു. പാർമേക്കാവ് ജംഗ്ഷൻ മുതൽ കല്ലുംപുറം വരെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വേലൂർ മണിമലർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു. നവകേരള യാത്രക്കിടെ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടത്തുന്ന തീരദേശ സംഗമത്തിന് ചാവക്കാട് ബീച്ചിൽ ആവേശോജ്വലമായ തുടക്കം. ബ്രീസ് ആൻഡ് ബീറ്റ്സ് എന്ന പേരിൽ നടക്കുന്ന സംഗമം ബുധനാഴ്ച സമാപിക്കും. NK അക്ബർ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണ മേഖലയിൽ കുടുംബശ്രീ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് MLA അഭിപ്രായപ്പെട്ടു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, പുന്നയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA റെജീന തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റുമാരും വടക്കേക്കാട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ്, വലപ്പാട് CDS ചെയർപേഴ്സൺ സുനിത ബാബു, മുല്ലശ്ശേരി CDS ചെയർപേഴ്സൺ രജനി സജീവൻ, ഒരുമനയൂർ CDS ചെയർപേഴ്സൺ സുലൈഖ ഖാദർ എന്നിവരും സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U. സലീൽ സ്വാഗതവും കുടുംബശ്രീ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ജീന രാജീവ് നന്ദിയും പറഞ്ഞു. ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവലിന് രുചിയുടെ വേറിട്ട അനുഭവം നൽകുവാൻ 9 ഫുഡ് കോർട്ടുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അട്ടപ്പാടിയിൽ നിന്നും വനസുന്ദരിയും എറണാകുളത്ത് നിന്നും വിവിധതര പായസങ്ങളും മന്തി, ഫ്രൈഡ് റൈസ് ഒരുക്കി മലപ്പുറം ജില്ലയും, തട്ടുദോശ, ബൺ പൊറോട്ട, പഴംപൊരി, ബീഫ്, ചിക്കൻ പിരട്ട്, ചായ, സ്നാക്സ് തുടങ്ങി നിരവധി ഭക്ഷ്യവിഭവങ്ങളാണ് വിവിധ സംരംഭങ്ങളും ചേർന്ന് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. 12ഓളം സ്റ്റാളുകളിലായി തൃശൂരിന്റെ സാംസ്കാരിക തനിമ ഉയർത്തിപ്പിടിക്കുന്ന കുത്താമ്പുള്ളി നെയ്ത്തുഗ്രാമത്തിൽ നിന്നുള്ള സംരംഭകരുടെ തുണിത്തരങ്ങൾ, നാടൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ, കരകൗശല വസ്തുക്കൾ, കേരള ചിക്കൻ ബ്രാൻഡ് ചെയ്യപ്പെട്ട ചിപ്സ്, ശർക്കര വരട്ടി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ക്ലീനിംഗ് പ്രൊഡക്ട്സ്, ആയുർവേദ ഉൽപ്പന്നങ്ങൾ എന്നിങ്ങനെയുള്ള വൈവിധ്യം നിറഞ്ഞ ശേഖരമാണ് സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. 28ൽ പരം കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് ബീച്ച് ഫെസ്റ്റിവലിനെ ആകർഷകമാക്കുന്നത്. ദൈവമക്കൾ എന്ന പേരിൽ നടന്ന നാടൻ പാട്ടുകളുടെ അവതരണം ശ്രദ്ധേയമായി. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വിവിധ CDSകളിൽ നിന്നും കൈകൊട്ടിക്കളി, കിണ്ണംകളി, ഡബിൾ ഡാൻസ് തുടങ്ങി 20ഓളം കലാപരിപാടികൾ കുടുംബശ്രീ അംഗങ്ങളും ബാലസഭാ കുട്ടികളും അവതരിപ്പിച്ചു. ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായി മെഹന്തി ഫെസ്റ്റും നടന്നിരുന്നു. കേച്ചേരിയിലെ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേനയെത്തി 8 പവൻ കവർന്ന സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിൽ. തമിഴ്നാട് ഡിണ്ടിഗൽ, പച്ചമലയൻ, കോട്ടൈ, ഗാന്ധിനഗറിൽ 45 വയസ്സുള്ള സനഫുള്ളയാണ് പിടിയിലായത്. കഴിഞ്ഞ നവംബർ 11-നാണ് കേച്ചേരി വടക്കാഞ്ചേരി റോഡിലുള്ള പേൾ ജ്വല്ലറിയിൽ മോഷണം നടന്നത്. മോതിരം വാങ്ങാനെന്ന വ്യാജേനയാണ് 2 പേർ ജ്വല്ലറിയിലെത്തിയത്. ജ്വല്ലറിയിലെ ജീവനക്കാരൻ മോതിരം കാണിച്ചു കൊടുക്കുന്നതിനിടെ സമീപത്തുണ്ടായിരുന്ന കമ്മലുകളും ഏലസുകളും അടങ്ങിയ പെട്ടിയിൽ നിന്ന് ആഭരണങ്ങൾ എടുത്ത് പോക്കറ്റിലിടുകയായിരുന്നു. മോതിരം വാങ്ങി പണം നൽകി ഇരുവരും സ്ഥലം വിടുകയും ചെയ്തു. കട അടയ്ക്കുന്നതിന് മുൻപായി സ്റ്റോക്ക് പരിശോധന നടത്തിയപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ മോഷണം നടന്നതായി വ്യക്തമാവുകയും ചെയ്തു. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ നിലവിൽ പിടിയിലായ പ്രതിയെ തിരിച്ചറിഞ്ഞു. കോട്ടയം മേഖലയിലെ ജ്വല്ലറികളിൽ നിന്നും ഇയാൾ മോഷണം നടത്തിയതായും വ്യക്തമായി.
ഇതേ തുടർന്നുള്ള അന്വേഷണത്തിനൊടുവിൽ തമിഴ്നാട്ടിൽ നടന്ന കേസിൽ ഇയാൾ അറസ്റ്റിലായി വിവരം അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയുമായി മോഷണം നടന്ന ജ്വല്ലറിയിലെത്തി തെളിവെടുപ്പ് നടത്തി. സ്ഥാപനത്തിലെ ജീവനക്കാരൻ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന പ്രതിക്ക് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ സീനിയർ വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു. 19-ാം തീയതി രാത്രിയായിരുന്നു സംഭവം. പരിക്കേറ്റ +2 വിദ്യാർത്ഥിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പോലീസ് വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തി. ഇതിനിടെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് കൊലവിളി സന്ദേശവും പുറത്തുവന്നിട്ടുണ്ട്. സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ പരിക്കേറ്റ കുട്ടിയുടെ വീട്ടുകാർ രംഗത്തുവന്നു. വിവരം മറച്ചുവെക്കാനും ഒതുക്കി തീർക്കാനുമാണ് സ്കൂൾ അധികൃതർ ശ്രമിച്ചതെന്ന് വീട്ടുകാർ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും വിഷയത്തിൽ കേന്ദ്രത്തെ പഴിക്കുന്ന സമീപനം പരിഹാസ്യമെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ. തൃശൂരിൽ BJP ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമരം ചെയ്യുന്ന ആശാവർക്കർമാരോടുള്ള നിഷേധാത്മക സമീപനം കേരള സർക്കാർ അവസാനിപ്പിക്കണം. പാവപ്പെട്ട സ്ത്രീകൾ തെരുവിൽ സമരം ചെയ്യുമ്പോൾ PSC അംഗങ്ങൾക്കും KV തോമസിനുമെല്ലാം ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്നതിലൂടെ ആശാവർക്കർമാരെ അപമാനിക്കുകയാണ് LDF സർക്കാർ. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെയല്ല, നാട്ടിലെ വരേണ്യവർഗത്തിന്റെ പാർട്ടിയാണ് എന്ന് തെളിയിക്കുകയാണ് CPM. കോവിഡ് കാലത്ത് ആശാവർക്കർമാർ നടത്തിയ ഇടപെടലാണ് ഭരണത്തുടർച്ച ഉറപ്പാക്കിയതെന്ന വസ്തുതയെങ്കിലും മുഖ്യമന്ത്രി ഓർമ്മിക്കണമായിരുന്നുവെന്നും മുൻ കേന്ദ്രമന്ത്രി തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ചുമതലകൾക്കപ്പുറത്ത് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിരവധി ചുമതലകൾ, ഏതാണ്ട് 30ഓളം ജോലികൾ സംസ്ഥാനത്തെ ആശാവർക്കർമാർ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഇൻസെന്റീവ് അവർക്ക് കൊടുക്കണം. ആ സ്കീമുകളിൽ അവർക്ക് കിട്ടുന്ന ഇൻസെന്റീവ് എത്രയാണെന്നും പാർലമെന്റിലെ ചോദ്യത്തിന് മറുപടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 2000 ഫിക്സഡ് ആണ്, അതിന് പുറമെയാണ് സ്കീമുകൾ. ഇപ്പോൾ കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, വിവിധ ചുമതലകൾ, ആ ചുമതലകൾ നിറവേറ്റുന്നതിനനുസരിച്ചിട്ട് അവർക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ ഓണറേറിയം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെതാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ സാമ്പത്തിക ഭാരമാണ് കേരളത്തിന്റെ പ്രശ്നമെങ്കിൽ 100 കോടി രൂപ വണ്ടി വാങ്ങാൻ എന്തിനാ മാറ്റിവെക്കുന്നത്? ആശാവർക്കർമാരുടെ സമരത്തിലും പതിവ് പോലെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ നീക്കം. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ 2023-24 189.15 കോടിയും 2024-25 815.73 കോടിയും കേരളത്തിന് കേന്ദ്രം കൊടുത്തു കഴിഞ്ഞതാണ്. ഇനി എത്ര ഫണ്ട് കിട്ടാനുണ്ടെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കണമെന്നും വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുതൽ ആശാവർക്കർമാരുടെ ഹോണറേറിയം വരെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്നത് പരിഹാസ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ട് രാഷ്ട്രീയ നിയമനം നേടിയ വൻകിടർക്കായി ഖജനാവിലെ പണമൊഴുക്കുന്ന സമീപനം പിണറായി വിജയൻ അവസാനിപ്പിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു. വീടിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പ്രതിയെ പെരുമ്പടപ്പ് പോലീസ് പിടികൂടി. പുറങ്ങ് മുസ്ലിയാം വീട്ടിൽ തറയിൽ മുഹമ്മദ് നിഹാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പനമ്പാട് വെസ്റ്റ് മഠത്തിൽ സ്കൂളിന് സമീപം ചിറ്റാറായിൽ നൌഷാദിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ കത്തിച്ചത്. സംഭവത്തിൽ പ്രതിയായ നിഹാദ് യൂട്യൂബ് നോക്കി കണ്ടുപഠിച്ചാണ് ബൈക്ക് കത്തിച്ചത്. പെരുമ്പടപ്പ് CI ബിജു CVയുടെ നേതൃത്വത്തിൽ ASI ഉദയകുമാർ, CPOമാരായ വിഷ്ണുനാരായണൻ, അരുൺനാഥ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു. EKK കൺസ്ട്രക്ഷൻ ഗ്രൂപ്പാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത്. റീബിൽഡ് കേരളയുടെ ഭാഗമായാണ് റോഡ് പുനർനിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ KSTP വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല. തൃശൂർ ജില്ലയിലെ പാർമേക്കാവ് ജംഗ്ഷൻ മുതൽ കല്ലുംപുറം വരെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തൃശൂർ, വടക്കാഞ്ചേരി, മണലൂർ, കുന്നംകുളം നിയോജക മണ്ഡലങ്ങളിലൂടെ 33.243 കിലോമീറ്ററാണ് പാത കടന്നുപോകുന്നത്. വെള്ളം കയറി കൂടുതൽ തകരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കോൺക്രീറ്റും മറ്റിടങ്ങളിൽ ബിറ്റുമിൻ മെക്കാഡം ടാറിങ്ങുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി 3 ചെറുപാലങ്ങളും 28 കൾവർട്ടുകളുമാണ് പുനർനിർമ്മിക്കുക. ഇതോടൊപ്പം 20 കിലോമീറ്റർ കാനകളും 25 കിലോമീറ്റർ ഫുട്പാത്തും 19 ജംഗ്ഷനുകളിലും ജനവാസ കേന്ദ്രങ്ങളിലും ബസ് ഷെൽട്ടറുകളും നിർമ്മിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. കൂടുതലായി റോഡ് തകർന്ന മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ വീതി കുറവുള്ള 5 കൾവർട്ടുകൾ പൊളിച്ച് പുതിയവ നിർമ്മിക്കും. ഇതിന്റെ ഭാഗമായി ഇരുവശത്തും കരിങ്കൽ കെട്ടി കാനകൾ നിർമ്മിച്ച് കൾവർട്ടുകളുമായി ബന്ധപ്പെടുത്തും.
റോഡ് വികസനത്തിന് തടസ്സമായ പാറന്നൂർ പാടത്തെ മരങ്ങൾ മുറിച്ചു നീക്കുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. വൈദ്യുതി കമ്പികൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ KSEB അധികൃതരുമായി കരാർ കമ്പനിക്കാർ ധാരണയിലെത്തിയിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി തൃശൂരിൽ നിന്നും വരുന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ ഉൾപ്പെടെ കേച്ചേരിയിൽ നിന്നും തിരിഞ്ഞ് ആളൂർ മറ്റം കൂനമൂച്ചി വഴിയാണ് കുന്നംകുളത്തെത്തുന്നത്. കുരഞ്ഞിയൂരിൽ 9 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മധ്യവയസ്കനെ പിടികൂടി. കോഴിപ്പുറത്ത് വീട്ടിൽ 54 വയസ്സുള്ള അരവിന്ദനെയാണ് ചാവക്കാട് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കുരഞ്ഞിയൂർ സെന്ററിൽ അനധികൃതമായി മദ്യം വിൽപ്പന നടത്തുന്നുണ്ടെന്ന പരാതിയെ തുടർന്നുള്ള പരിശോധനയിലാണ് ഇയാൾ അറസ്റ്റിലായത്. 500 മില്ലി ലിറ്റർ വീതമുള്ള 18 കുപ്പികൾ പിടിച്ചെടുത്തു. എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CJ റിൻഡോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഹൈസ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ ബസ് സ്റ്റാൻഡിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിച്ച 46-കാരന് 3 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും വിധിച്ച് കുന്നംകുളം പോക്സോ കോടതി. തിപ്പലശ്ശേരി സ്വദേശി പുളിക്കൽ ബിജുവിനെയാണ് കുന്നംകുളം പോക്സോ ജഡ്ജ് S. ലിഷ ശിക്ഷിച്ചത്. 2023 മാർച്ച് 3-നാണ് സംഭവം. സ്കൂൾ വിട്ട് വൈകിട്ട് 6:25-ന് കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ ബസ് എത്തിയ സമയം ബസ്സിനകത്ത് വെച്ച് വിദ്യാർത്ഥിനിയോട് പ്രതി ലൈംഗികാതിക്രമം നടത്തിയതിനെ തുടർന്ന് വിദ്യാർത്ഥിനി പ്രതികരിച്ചിരുന്നു. തുടർന്ന് ബസ്സിൽ നിന്നിറങ്ങി സ്റ്റാൻഡിലൂടെ നടന്നു പോവുകയായിരുന്ന പ്രതിയെ വിദ്യാർത്ഥിനി പിന്തുടർന്ന് മൊബൈലിൽ ഫോട്ടോ പകർത്തി സ്റ്റാൻഡിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് വിദ്യാർത്ഥിനി പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് 3 വർഷം കഠിന തടവിനും 20,000 രൂപ ശിക്ഷയും വിധിച്ചത്. വിദ്യാർത്ഥിനിയുടെ പരാതിയെ തുടർന്ന് കേസെടുത്ത് ആദ്യ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് കുന്നംകുളം സബ് ഇൻസ്പെക്ടറായിരുന്ന U. മഹേഷ് ആയിരുന്നു. പിന്നീട് കൂടുതൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ MV ജോർജുമാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ M. ഗീതയും പ്രവർത്തിച്ചു. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസന്റെ ഭാര്യ മാതാവ് ഗുരുവായൂർ കൊള്ളന്നൂർ വീട്ടിൽ പരേതനായ ജെയിംസ് ഭാര്യ മേരി നിര്യാതയായി. 88 വയസ്സായിരുന്നു. ഒല്ലൂർ കണ്ണമ്പുഴ ഉക്രാൻ കുടുംബാംഗമാണ്. റിട്ടയർഡ് സുബൈദാർ മേജറായിരുന്ന ഭർത്താവ് ജെയിംസ് കഴിഞ്ഞ മാസം 23-നാണ് നിര്യാതനായത്. 1 മാസം തികയും മുമ്പേ സഹധർമ്മിണി മേരിയും യാത്രയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇരുവരും നിര്യാതരായത്. മേരിയുടെ ഭൗതിക ശരീരം കൂനമൂച്ചിയിലുള്ള മകൾ റോസ് ജോൺസന്റെ വസതിയിലെത്തിച്ചു. ലിസി, റോസ്, റിട്ടയർഡ് അധ്യാപികയായ മെജോര എന്നിവർ മക്കളാണ്. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് ആന്റണി കുറ്റിക്കാട്ട്, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, കൊച്ചിൻ നേവൽ ബേസ് ഉദ്യോഗസ്ഥനായ ജോൺസൺ അളൂക്കാരൻ എന്നിവർ മരുമക്കളുമാണ്. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്ക് കൂനമൂച്ചിയിലുള്ള മകൾ റോസ് ജോൺസന്റെ വസതിയിലെ ശുശ്രൂഷയ്ക്കു ശേഷം പാലയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രം സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. ഫെബ്രുവരി 27-ന് നടക്കുന്ന കേരള തീരദേശ ഹർത്താലിന്റെ ഭാഗമായി ചാവക്കാട് മേഖല ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കടപ്പുറം ജുമേറ ബീച്ചിൽ നടന്ന കൺവെൻഷൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KD വീരമണി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KS അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ജില്ലാ വൈസ് പ്രസിഡന്റ് TM ഹനീഫ, AITUC മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രതിനിധി AV ഷംസുദ്ദീൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാൻ, മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ STU ദേശീയ ജനറൽ സെക്രട്ടറി PA ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. പിക്കാസോ എന്ന സിനിമയുടെ പേരിൽ 50 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലെ 6ാം പ്രതിയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കാഞ്ചേരി, തെക്കുംകര, പനങ്ങാട്ടുകര, ചേനോത്തുപറമ്പിൽ അഫ്സലിനെയാണ് ഇൻസ്പെക്ടർ CV ലൈജുമോന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. സിനിമയുടെ സംവിധായകൻ സുനിൽ കാര്യട്ടുകരയും കേസിലെ പ്രതിയാണ്. തങ്ങാലൂർ പാറപ്പുറത്ത് സുനിൽ മേനോന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിക്കാസോ സിനിമയുടെ സംവിധായകൻ സുനിൽ കാര്യട്ടുകര നിർമ്മാണ കമ്പനിയായ അയാന ഫിലിംസിന്റെ മാനേജിംഗ് പാർട്ണറും 6ാം പ്രതി അഫ്സലിന്റെ ഭാര്യയുമായ V. നജ്ല, ഇവരുടെ ബന്ധുക്കളും നിർമ്മാണ കമ്പനിയിലെ പാർട്ണർമാരുമായ റിഷാദ് റസാഖ്, SR ധനീഷ് അഹമ്മദ്, മറ്റൊരു നിർമ്മാതാവായ ലിയോ തരകൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. സംവിധായകൻ സുനിൽ കാര്യട്ടുകരയുടെ സുഹൃത്താണ് പരാതിക്കാരൻ സുനിൽ മേനോൻ. സിനിമയുടെ ചിത്രീകരണത്തിന് കൂടുതൽ പണം ആവശ്യമാണെന്നും മുടക്കുന്ന തുക സിനിമ റിലീസിന് ശേഷം ലാഭത്തോടെ തിരികെ നൽകാമെന്നും കരാറുണ്ടാക്കിയാണ് പണം കൈവശപ്പെടുത്തിയത്. 2019-ലാണ് പ്രതികൾ ഒന്നിച്ച് പരാതിക്കാരനിൽ നിന്നും പണം കൈക്കലാക്കിയത്. പിന്നീട് സിനിമ റിലീസായതിനു ശേഷം മുടക്കിയ പണവും ലാഭവും നൽകാൻ പ്രതികൾ തയ്യാറായില്ല. സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ കൂടിയായ അഫ്സലിന് റൗണ്ടപ്പ് എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനിയുണ്ട്.
ഇതിനു പുറമെയാണ് ഭാര്യ നജ്ലയെ മാനേജിംഗ് പാർട്ണറാക്കി ഇവരുടെ മകളുടെ പേരിൽ അയാന എന്ന പേരിൽ പുതിയ നിർമ്മാണ കമ്പനി ഉണ്ടാക്കി പണം കൈക്കലാക്കിയത്. സിനിമയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരുന്നത് അഫ്സലാണെന്ന് പോലീസ് പറയുന്നു. മറ്റു പ്രതികൾ കോടതിയിൽ ഹാജരായി മുൻകൂർ ജാമ്യമെടുത്തു. അഫ്സലിനെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട പ്രചരണ ജാഥ അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു. വെള്ളിയാഴ്ച രാവിലെ അഞ്ചങ്ങാടി വളവിൽ നിന്നും ആരംഭിച്ച ജാഥ സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ സ്വീകരണ യോഗങ്ങളിൽ ഏരിയ കമ്മിറ്റി അംഗം AH അക്ബർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ C സുമേഷ്, M കൃഷ്ണദാസ്, MR രാധാകൃഷ്ണൻ, മാലിക്കുളം അബ്ബാസ്, TV സുരേന്ദ്രൻ, ഷൈനി ഷാജി, ഒരുമനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, കടപ്പുറം പഞ്ചായത്ത് മെമ്പർമാരായ പ്രസന്ന ചന്ദ്രൻ, റാഹില വഹാബ് എന്നിവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ TT ശിവദാസൻ, വൈസ് ക്യാപ്റ്റൻ NK അക്ബർ MLA, മാനേജർ ഷീജ പ്രശാന്ത് എന്നിവർ നയിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. വൈകിട്ട് 9 മണിക്ക് അണ്ടത്തോട് സമാപിച്ചു. സമാപന യോഗം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീനിവാസൻ, V താജുദ്ദീൻ, TT ശിവദാസൻ, AD ധനീബ്, റഹീം തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചവാദ്യത്തിന്റെ മാസ്മരികതയിൽ അലിഞ്ഞ് തായങ്കാവ് ഉത്സവം. ചൂണ്ടൽ തായങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആറാട്ടിനോടനുബന്ധിച്ചുള്ള ഉത്സവം വർണ്ണാഭമായി. രാവിലെ 6-ന് പള്ളിക്കൂർപ്പ് ഉണർത്തലിനെ തുടർന്ന് മുളയെടുക്കൽ, കാഴ്ചശിവേലി എന്നീ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശ്രീരാജ് നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് മേലേക്കാവ് ക്ഷേത്രത്തിൽ നിന്നും 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള പൂരം പുറപ്പാട് ആരംഭിച്ചു. കൊമ്പൻ മച്ചാട് ഗോപാലൻ തിടമ്പേറ്റി 3 മണിക്ക് മേളപ്രേമികളുടെ മനം നിറയ്ക്കുന്ന പഞ്ചവാദ്യം അരങ്ങേറി. തിമിലയിൽ മായന്നൂർ രാജുവും മദ്ദളത്തിൽ കലാമണ്ഡലം കുട്ടിനാരായണനും പ്രമാണിത്വം വഹിച്ച പഞ്ചവാദ്യം അവിസ്മരണീയമായി. വൈകിട്ടോടെ പന്നിശ്ശേരി, ആളൂർ എന്നീ ദേശങ്ങളിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. വൈകിട്ട് 6 മണിക്ക് നാടൻ കലാരൂപങ്ങളും കാളകളിയും ഉത്സവത്തിന് ചാരുതയേകി ക്ഷേത്രമുറ്റത്തെത്തി സമാപിച്ചു. 6:15-ന് വർണ്ണങ്ങളാൽ വിസ്മയം തീർത്ത കാവടികളും തെയ്യവും അരങ്ങേറി. തുടർന്ന് 7:15-ന് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ആറാട്ടുകുളി ചടങ്ങുകൾ നടന്നു. രാത്രി 8-ന് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണിത്വത്തിൽ പാണ്ടിമേളവും അരങ്ങേറി. 10:15-ന് കൊടിയിറക്കത്തോടെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമാകും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് AV വല്ലഭൻ, സെക്രട്ടറി ലക്ഷ്മി നാരായണൻ, ട്രഷറർ P രാമചന്ദ്രൻ, ദേവസ്വം ഓഫീസർ TK ധന്യ എന്നിവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ മുഖ്യാതിഥിയായി. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ AK ടോണി, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുഷ്പ രാധാകൃഷ്ണൻ, മെമ്പർ MM സലീം, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, MC ഐജു, സതി മണികണ്ഠൻ, സുധീഷ് പറമ്പിൽ, ജില്ലാ RHM ഓഫീസർ ഡോക്ടർ VK മിനി, MS ഷീജ, PA സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാൻഡിങ്ങിന്റെ പേരുണ്ട്. നമ്മുടെ സർക്കാർ ആശുപത്രികളൊക്കെ സർക്കാർ ആശുപത്രികളായിട്ടാണ്. സർക്കാർ ആശുപത്രികളെ ബ്രാൻഡ് ചെയ്യണം. ആ ബ്രാൻഡ് ചെയ്യുന്ന പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ അതിലെന്തായാലും സ്വത്തുനിൽപ്പ് കയറാനുണ്ട്. അതിന്റെ ഭാഗമായി ശ്വാസം മുട്ടി. എന്നാൽ നിങ്ങൾ വിൽക്കുന്നത് തരില്ല, നിങ്ങളുടെ ശ്രമിക്കുന്നത് തരില്ല, പ്ലാൻ ഫണ്ടുകൾ നിങ്ങൾ വിൽക്കുന്നത് തരില്ല. ഇതിനുള്ള കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ 21ാം വാർഷികവും വിവിധ സഹായ പദ്ധതികളുടെ വിതരണ ഉദ്ഘാടനവും സൗജന്യ കണ്ണ് പരിശോധന, തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടക്കുന്ന ചടങ്ങ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്യും. മാതാപിതാക്കളെ ആദരിക്കൽ ചടങ്ങ് മുൻ പുഴയ്ക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് CV കുര്യാക്കോസും പഞ്ചായത്തിലെ മുൻകാല അധ്യാപകരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാറും നിർവഹിക്കും. ഭിന്നശേഷി സഹായം, വാഴത്തൈ, ചികിത്സാ ധനസഹായം എന്നിവ വിതരണം ചെയ്യും. കേച്ചേരിയിലെ ജനകീയ ഡോക്ടർ MM ഹനീഫയുടെ വേർപാടിൽ അനുസ്മരണവുമുണ്ടാകും. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ജ്ഞാനപ്രകാശിനി സ്കൂളിൽ സൗജന്യ കണ്ണു പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും നടത്തും.
സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ വിശപ്പുരഹിത കേച്ചേരിയുടെ ഭാഗമായി സൗജന്യ ഉച്ചഭക്ഷണം ലഭ്യമാക്കുന്ന പദ്ധതി ഫെബ്രുവരി 26 ബുധനാഴ്ച മുതൽ ആരംഭിക്കും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ കവിതാ തിയേറ്റർ പരിസരത്തുള്ള സൊസൈറ്റി ഓഫീസിൽ നിന്നും ടോക്കൺ ലഭ്യമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി, സെക്രട്ടറി RV അബ്ദുൾ മാലിക്, ട്രഷറർ സീതാകുമാരൻ, പത്മജ ബാലകൃഷ്ണൻ, ഇബ്രാഹിം, സജന സലാം എന്നിവർ പങ്കെടുത്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ, ലീന ശ്രീകുമാർ, EV പ്രബീഷ്, ചെറുപുഷ്പം ജോണി, ശില്പ ഷിജു, ഗ്രേസി ജേക്കബ്, PRO ടിൻറ്റുമോൾ, സാമൂഹ്യാരോഗ്യ കേന്ദ്രം ജീവനക്കാർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി യന്ത്രമനുഷ്യനെ നിർമ്മിച്ചു. 2024-25 ബാച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ അഫ്താബ് അബ്ദുൾ റഹ്മാൻ, KS അക്ഷയ് കൃഷ്ണ, KS സുഫൈൽ, അഭിനവ് KS, സയ്യിദ് എന്നിവർ ചേർന്നാണ് വ്യക്തികളുടെ ചലനം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന യന്ത്രമനുഷ്യനെ നിർമ്മിച്ചത്. വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തിന് അധ്യാപിക MM ശ്രീഷ്മ നേതൃത്വം നൽകി. ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും യാത്രയപ്പ് സമ്മേളനവും സംയുക്തമായി ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ PP ലാലി, KA ലിൻസി എന്നിവരുടെ ചിത്രം എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, സീനിയർ അധ്യാപിക VP പ്രിയ, SRG കൺവീനർ ലിജിത എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സെന്റർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ച ദ്വിദിന ശില്പശാല RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി P കിഷൻ ചന്ദ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് C സുജിത്തിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഹരീഷ് കടവത്തൂർ, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യുജിൻ മൊറേലി, KCEC വനിതാ വിഭാഗം കൺവീനർ KP ദീപ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ PI സൈമൺ മാസ്റ്റർ സ്വാഗതവും KK ജിജു നന്ദിയും പറഞ്ഞു. 2 ദിവസങ്ങളിലായി ചർച്ച, ക്ലാസ്, പ്രവർത്തന രൂപരേഖ അവതരണം, സംഘടനാ രൂപരേഖ, പഠന ക്ലാസ്, മെമ്പർഷിപ്പ് വിതരണം, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പര്യടനം തുടർന്ന CPIM മണലൂർ ഏരിയ ജാഥയ്ക്ക് സമാപനമായി. ഏരിയ സെക്രട്ടറി PA രമേശൻ ക്യാപ്റ്റനായും ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഗീതാ ഭരതൻ വൈസ് ക്യാപ്റ്റനായും VG സുബ്രഹ്മണ്യൻ മാനേജരുമായ ജാഥ കഴിഞ്ഞ 19-ന് CPIM ജില്ലാ കമ്മിറ്റി അംഗം സേവ്യർ ചിറ്റ്ലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരായും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ ധിക്കാരങ്ങൾക്കുമെതിരെ CPIMന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 25-ന് തൃശൂർ BSNL ഓഫീസിലേക്ക് നടത്തുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത്. ആദ്യ ദിനത്തിൽ പഞ്ചാരമുക്കിൽ നിന്നാരംഭിച്ച ജാഥ പര്യടനം എലവത്തൂരിലും 2ാം ദിനത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച് 4 സെന്റിലും സമാപിച്ചു. 3ാം ദിനമായ ശനിയാഴ്ച രാവിലെ മനക്കോടിൽ നിന്ന് ആരംഭിച്ച ജാഥ പര്യടനം കുന്നത്തങ്ങാടി, അരിമ്പൂർ, ആറാംകല്ല്, അരിമ്പൂർ ആൽ, അരിമ്പൂർ സെന്റർ, ചൂരക്കോട്, മാങ്ങോട്ടുകര എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം കാഞ്ഞാണിയിൽ സമാപിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ക്യാപ്റ്റൻ PA രമേശൻ, വൈസ് ക്യാപ്റ്റൻ ഗീതാ ഭരതൻ, മാനേജർ VG സുബ്രഹ്മണ്യൻ എന്നിവർക്ക് പുറമെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VN സുർജിത്ത്, AV ശ്രീവത്സൻ, PG സുബിദാസ്, ആഷിഖ് വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞാണിയിൽ നടന്ന സമാപന സമ്മേളനം CPIM ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ യൂണിയനിൽ പെട്ട സംസ്ഥാനമല്ല കേരളം. ആ കേരളത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര ഗവൺമെന്റിനില്ലേ? ആ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ദ്രോഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിൽ ദീർഘകാലം അധികാരത്തിലുണ്ടായിരുന്നു, കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ പാർട്ടി എന്ന്, മതനിരപേക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിലെ നേതാക്കന്മാർ BJPക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു.
കേന്ദ്ര നയങ്ങൾക്കെതിരെ CPIM നേതൃത്വത്തിൽ ഫെബ്രുവരി 25 തൃശൂർ BSNL ഓഫീസ് ഉപരോധിക്കുന്നതിന്റെ പ്രചരണാർത്ഥം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയ്ക്ക് നെല്ലുവായ് സെന്ററിൽ സ്വീകരണം നൽകി. യോഗത്തിൽ TK ശിവൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ KD ബാഹുലയൻ, മേരി തോമസ്, PN സുരേന്ദ്രൻ, KM അഷ്റഫ്, MJ ബിനോയ്, PC അബാൽമണി, M നന്ദീഷ്, OS മനോജ്, NP അജയൻ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കെതിരെയും ഭൂനികുതി 50% വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെയും ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസ് ധർണ നടത്തി. പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി K ബാബു നാസർ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് PV ഉമ്മർ മൗലവി അധ്യക്ഷത വഹിച്ചു. ഹുസൈൻ പുളിയഞ്ഞാലിൽ, ഹാഷിം അച്ചാരത്ത്, ലത്തീഫ് കൂറ്റനാട്, റുക്കിയ ഹംസ, K ഇജാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിരമിക്കുന്ന അധ്യാപകർക്കായി ദീപ്തം എന്ന പേരിൽ യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. ഈ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജോലി ഒരുപക്ഷെ അധ്യാപനത്തിൻ്റേതാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എപ്പോൾ കണ്ടാലും ടീച്ചറെ അല്ലെങ്കിൽ മാഷെ എന്ന് വിളിച്ചു വരാൻ ഈ നാട്ടിൽ ശിഷ്യസമ്പത്തുണ്ടാവും. ആ നല്ല ഓർമ്മകൾ ഇവരുടെ ഭാവി ജീവിതത്തിന്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് ഡാർലിമോൾ ഐസക്, VHSE പ്രിൻസിപ്പാൾ MK ആനന്ദകുമാർ, അധ്യാപകരായ AG അനിലൻ, M ദിലീപ് എന്നിവരെ AC മൊയ്തീൻ MLA പൊന്നാട അണിയിച്ച് ഉപഹാരം സമ്മാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ ബിജു C ബേബി, SMC ചെയർമാൻ VK സുനിൽകുമാർ, ചാവക്കാട് DEO PV റഫീഖ്, കുന്നംകുളം AEO A മൊയ്തീൻ, ചൊവ്വന്നൂർ BPC അനീഷ് ലോറൻസ്, HSS പ്രിൻസിപ്പാൾ PI റസിയ, ഡെഫ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് D ഫ്ലവർ ഷാർലറ്റ്, പ്രിൻസിപ്പാൾ വിപിൻ P ചന്ദ്രൻ, ബ്ലൈൻഡ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് KK കൗസിയ, സീനിയർ സ്റ്റാഫ് വനജ മേനോൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ പൊതുമരാമത്ത് വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷയും സ്കൂൾ PTA പ്രസിഡന്റുമായ പ്രിയ സജീഷ് സ്വാഗതവും VHSE വിഭാഗം പ്രിൻസിപ്പാൾ വിജയലക്ഷ്മി നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുന്നതിനു വേണ്ടിയുള്ള യോഗം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ 10ഓളം വ്യത്യസ്ത ബാച്ചുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ട്. എന്നാൽ പൊതുവായ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞായറാഴ്ച യോഗം ചേരുന്നത്. നേരത്തെ ഒരു സംഘടന രൂപീകരിച്ചുവെങ്കിലും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടുതൽ ജനകീയ പങ്കാളിത്തത്തോടെ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനു വേണ്ടി യോഗം വിളിച്ചതെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, PTA പ്രസിഡന്റ് NR അജിത് പ്രസാദ്, മദർ PTA പ്രസിഡന്റ് സ്വപ്ന സന്തോഷ്, പ്രധാന അധ്യാപകൻ KP വാസുദേവൻ, പ്രിൻസിപ്പാൾ ഇൻചാർജ് CV ഷിജു എന്നിവർ അറിയിച്ചു. വേലൂർ മണിമലർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു. നവകേരള യാത്രയ്ക്കിടെ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. 18 കാവുകളിലൊന്നായ വേലൂർ മണിമലർക്കാവ് ഭഗവതി ക്ഷേത്രോത്സവം കുതിരവേലകൾ കൊണ്ടും നാടൻ കലാരൂപം കൊണ്ടും സമ്പന്നമാണ്. 1956 നടത്തിയ വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരം കേരള ചരിത്രത്തിൽ ഇടം നേടിയതാണ്. കേരളത്തിലെ സവർണ മേധാവിത്വത്തിനും ദുരാചാരങ്ങൾക്കുമെതിരെ നടന്ന പോരാട്ടങ്ങളുടെ പട്ടികയിലൊന്നാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം. ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേലയോടനുബന്ധിച്ച് നടത്തുന്ന അരിത്താലത്തിന് പങ്കെടുക്കുന്ന സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല എന്നായിരുന്നു ആചാരം. ഇതിനെതിരായാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ പോരാട്ടം നടത്തി വിജയിച്ചത്. മാറുമറയ്ക്കൽ സമരത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ പരാമർശമുണ്ട്. നവകേരള യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര കൊടുത്ത നിവേദനത്തിലാണ് ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചത്. ക്ലാസിക്കൽ കലാരൂപങ്ങൾ, നിറപ്പകിട്ടാർന്ന ഉത്സവങ്ങൾ തുടങ്ങി വിവിധതരം പരിപാടികൾ കൊണ്ട് സമ്പന്നമായ കേരളത്തിന്റെ ടൂറിസം വെബ്സൈറ്റിൽ വേലൂരും സ്ഥാനം പിടിച്ചത് വേലൂരിലെ ജനങ്ങൾ അഭിമാനപൂർവ്വം സ്മരിക്കുകയാണ്. പഴഞ്ഞി പെരുന്തുരുത്തി എയ്ഡഡ് സ്കൂളിന്റെ 115ാം വാർഷികം ആഘോഷിച്ചു. കാട്ടകമ്പൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. മാനേജ്മെന്റ് സെക്രട്ടറി ഷാജി ജോർജ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ഡോക്ടർ സണ്ണി ചാക്കോ മുഖ്യപ്രഭാഷണം നടത്തി. സ്മിത ചാക്കോ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് ജ്യോതി,
KJ സോഫിയ, സ്കൂൾ ലീഡർ TF ഫൈസ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായിരുന്നു. പുന്നൂർകുളം പഞ്ചായത്ത് 4, 12 വാർഡുകൾ സംയുക്തമായി അഗ്രി ക്ലിനിക് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ ഉദ്ഘാടനം നിർവഹിച്ചു. 4ാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ബിന്ദു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ തെരേസ അലക്സ് പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് ശില്പ, മുഹമ്മദ് നൌഫൽ, M മേഘ്ന, CDS ചെയർപേഴ്സൺ ഗിരിജ രാജൻ, കർഷകർ എന്നിവർ പങ്കെടുത്തു. അഗ്രി ക്ലിനിക്കിന്റെ ഭാഗമായി കൃഷിക്കാരുമായി ആശയവിനിമയം നടത്തുകയും 12ാം വാർഡിലെ KM സക്കീറിന്റെ കൃഷിയിടം സന്ദർശിക്കുകയും വിവിധ കാർഷിക രീതികളെപ്പറ്റി ചർച്ച ചെയ്യുകയും ചെയ്തു. എയർക്രാഫ്റ്റ് എഞ്ചിനീയർ ഹൃദ്രോഗം മൂലം അബുദാബിയിൽ നിര്യാതനായി. കേച്ചേരി പട്ടിക്കര അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മണ്ണാറയിൽ മുസ്തഫ മകൻ 33 വയസ്സുള്ള മിഷാലാണ് മരിച്ചത്. ലൈല മാതാവും ഹസ്ന ഭാര്യയുമാണ്. മേൽ നടപടികൾക്കു ശേഷം ഖബറടക്കം പട്ടിക്കര തടത്തിൽ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടക്കും. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിൽ രസതന്ത്ര വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വാട്ടർ ക്വാളിറ്റി അനാലിസിസ് ശില്പശാല സംഘടിപ്പിച്ചു. ഇറിഗേഷൻ വിഭാഗം റിട്ടയർഡ് ഓഫീസർ ജൌഹർ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ് അധ്യക്ഷനായി. സുജിത പരിശീലനത്തിന് നേതൃത്വം നൽകി. രസതന്ത്ര വിഭാഗം മേധാവി K ഡ്രീമി സാമു, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഉമൈറ T, ഫാദിയ, ഉസ്മാൻ KU എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ലോക മാതൃഭാഷാ ദിനം സംഘടിപ്പിച്ചു. മാതൃഭാഷ മനസ്സിന്റെ ഭാഷ എന്ന വിഷയത്തിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാതൃഭാഷാധ്യാപകൻ AD ആൻഡ്രു മാസ്റ്റർ പ്രഭാഷണം നടത്തി. ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് മാനേജർ ഫാദർ ബെഞ്ചമിൻ OSയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി അധ്യക്ഷത വഹിച്ചു. മലയാളം അധ്യാപിക P റോസ് മേരി ജോർജ് സ്വാഗതവും കോളേജ് യൂണിയൻ ചെയർമാൻ അർണോൾഡ് സ്റ്റാലിൻ M ശലമോൻ നന്ദിയും പറഞ്ഞു. വെസ്റ്റ്മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരാട്ടെ ബെൽറ്റ് ഗ്രേഡിംഗ് സെറമണി കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ T സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് താഴത്തേതിൽ അധ്യക്ഷത വഹിച്ചു. ബോധിധർമ്മ ഡയറക്ടർ സെന്റ് C മനോജ്, സ്കൂൾ പ്രധാനാധ്യാപിക KS ജെൻസി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ 75ഓളം വിദ്യാർത്ഥികൾ ബെൽറ്റ് ഗ്രേഡിംഗ് സെറമണിയിൽ പങ്കെടുത്തു. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളെ കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ മെഡൽ നൽകി ആദരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 845 രൂപ, പവന് 64,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 107 രൂപ. ചരമം തോളൂർ ഗ്രാമത്തിലെ മുത്തശ്ശി യാത്രയായി. പറപ്പൂര് ചിറ്റിലപ്പിള്ളി കുന്നത്ത് പൊറിഞ്ചുണ്ണി ഭാര്യ അന്നമ്മയാണ് മരിച്ചത്. 102 വയസ്സായിരുന്നു. സംസ്കാരം പറപ്പൂർ സെന്റ് ജോൺ നെബുംസ്യൻ ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടന്നു. അന്തോണി, ജോസ്, പോൾ, ലോനപ്പൻ, പത്രോസ്, കൊച്ചുമേരി, പരേതനായ ഫ്രാൻസിസ് എന്നിവർ മക്കളാണ്. അരുവായി പനക്കൽ രാജൻ ഭാര്യ സാറാമ നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ നടന്നു. സാജൻ, ഷാജൻ എന്നിവർ മക്കളാണ്. വടക്കേക്കാട് മണികണ്ഠേശ്വരം പരേതനായ തെക്കേപ്പാട്ടയിൽ ഔണ്ണി ഹാജി ഭാര്യ ഐസുമ്മ നിര്യാതയായി. 95 വയസ്സായിരുന്നു. ഖബറടക്കം കല്ലൂർ പള്ളി ഖബർസ്ഥാനിൽ നടന്നു. മുഹമ്മദ് ഹാജി, അബ്ദുൽ ഖാദർ ഹാജി, ഹൈദർ അലി, ഷംസുദ്ദീൻ, ഫാത്തിമ, സുബൈദ, നഫീസുമ, സുഹറ, റംല എന്നിവർ മക്കളാണ്. പഴഞ്ഞി മേലെ പട്ടിത്തടം ചീരൻ ഹെൻറി മകൻ ഉണ്ണി എന്ന നിൻഡോ നിര്യാതനായി. 32 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നബാർഡിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടത്തുന്ന തീരദേശ സംഗമത്തിന് ചാവക്കാട് ബീച്ചിൽ ആവേശോജ്വലമായ തുടക്കം. ബ്രീസ് ആൻഡ് ബീറ്റ്സ് എന്ന പേരിൽ നടക്കുന്ന സംഗമം ബുധനാഴ്ച സമാപിക്കും. കേച്ചേരിയിലെ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേനയെത്തി 8 പവൻ കവർന്ന സംഭവത്തിൽ ഒരാൾ പോലീസ് പിടിയിൽ. അറസ്റ്റിലായത് തമിഴ്നാട് ഡിണ്ടിഗൽ പച്ചമലയൻ കോട്ടൈ ഗാന്ധിനഗറിൽ സനഫുള്ള. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. കൂട്ടുപ്രതിക്കായി അന്വേഷണം ഊർജിതം. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ സീനിയർ വിദ്യാർത്ഥിക്ക് സാരമായി പരിക്കേറ്റു. വിവരം മറച്ചുവെക്കാനും ഒതുക്കി തീർക്കാനുമാണ് സ്കൂൾ അധികൃതർ ശ്രമിച്ചതെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ വീട്ടുകാർ.
ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും വിഷയത്തിൽ കേന്ദ്രത്തെ പഴിക്കുന്ന സമീപനം പരിഹാസ്യമെന്നും ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം വി. മുരളീധരൻ. താഴെത്തട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ടും രാഷ്ട്രീയ നിയമനം നേടിയ വൻകിടക്കാർക്കായി ഖജനാവിലെ പണമൊഴുക്കുകയാണ് സംസ്ഥാന സർക്കാരെന്നും മുരളീധരൻ. തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണം വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്തെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു. പാർമേക്കാവ് ജംഗ്ഷൻ മുതൽ കല്ലുംപുറം വരെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വേലൂർ മണിമലർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിച്ചു. നവകേരള യാത്രക്കിടെ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.